ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ ഫ്രണ്ട്സ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ചേനക്കറി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലാണ് കേട്ടോ ഞാൻ ഈ ചേനക്കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും പുതിയതായി ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാൽ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ 1/2 കിലോക്ക് അടുത്ത് ചേനയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ ഉള്ളി, 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അരവിനായി കുറച്ച് തേങ്ങയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു കുക്കർ വെച്ച് കൊടുക്കാം. ഈ കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി, ഉള്ളി, പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നര സ്പൂൺ മല്ലിപ്പൊടി കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചേന കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചേനയൊക്കെ ഞാൻ മസാലയിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചേന വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. ഒരു 3 വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം കേട്ടോ. ചേന ആയതുകൊണ്ടിട്ട് തന്നെ വേവുണ്ടാവും. അപ്പോൾ 3 വിസിൽ ആയതിനു ശേഷം നമുക്ക് തുറക്കാം. ആ സമയം കൊണ്ട് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ അരയ്ക്കാനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി തേങ്ങയായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, ഒരു ഏലക്കായയും 3 ഗ്രാമ്പൂവും എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം.
അപ്പോൾ തേങ്ങയൊക്കെ ഇതാ നല്ല പോലെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കുക്കർ 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തതാണ്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. കുക്കർ തുറക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആവി പൂർണ്ണമായിട്ട് പോയതിന് ശേഷം മാത്രം തുറക്കുക കേട്ടോ. അപ്പോൾ ഇതിലെ ചേനയൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ചേനയൊക്കെ ഇതാ നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കാതെയും ഇത് ഇറച്ചിക്കറിയുടെ രൂപത്തിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അതിന് ഉള്ളി വാട്ടുന്ന സമയത്ത് മസാലകളൊക്കെ ചേർത്ത് കൊടുത്തില്ല. ആ സമയത്ത് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഇത് വാട്ടുന്ന സമയത്ത് കുറച്ചുകൂടെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഇതാ മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കറിയൊക്കെ ഇതാ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിതൊന്ന് കടുകിൽ വറവിട്ടെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ എൻ്റെ കുക്കർ ഇവിടുന്ന് മാറ്റുന്നു. ഇനി ഇതിലേക്ക് ചെറിയൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ വെളിച്ചെണ്ണയിൽ വഴറ്റിയതാണ്, അതുകൊണ്ട് കുറച്ച് തന്നെ മതി. ഈ ഒരു വറവ് ഇതിലേക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്നവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. പക്ഷെ ഞാനിത് തേങ്ങ ചേർത്തത് കൊണ്ടിട്ടാണ് വറവിട്ടെടുക്കുന്നത്. അപ്പോൾ കടുകൊക്കെ നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള ചേനക്കറിയുടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ഇനി ചേന വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചോറിൻ്റെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ. ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കറി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ചേന കഷ്ണങ്ങളൊന്നും ഉടയാതെ നല്ല അടിപൊളിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഈ പാത്രത്തിലോട്ട് വിളമ്പുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും നല്ല അടിപൊളി ബീഫ് കറി വെച്ചതിൻ്റെ സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.